കാലം പോയൊരു പോക്കേ നാടോടുമ്പോ നടുവേ ഓടണമെന്നാണല്ലോ. ആദ്യമൊക്കെ നമുക്ക് വേണ്ട സാധനങ്ങളെ അന്വേഷിച്ച് നമ്മൾ പോകുമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മളെ അന്വേഷിച്ച് ദാ വീട്ടിൽ വരാൻ തുടങ്ങിയിരിക്കുന്നു. അതെ, ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ തകൃതിയായി നടക്കുന്ന കാലമാണ്. എല്ലാ ഇടപാടുകളിലും നമ്മൾ തന്നെയാണ് ഉപഭോക്താക്കൾ. പക്ഷേ ഉപഭോക്താക്കൾ എന്ന നിലയിൽ നമുക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ ഇന്നും പലർക്കും വ്യക്തമല്ല. അവകാശങ്ങൾ അറിയാത്തത് കൊണ്ടാണ് പലരും തെറ്റായ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതും തെറ്റായ സേവനങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത് നഷ്ടം അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ തട്ടിപ്പുകളും വളരെ വ്യാപകമാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നിയമപരമായ സംരക്ഷണം നൽകാനാണ് 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്നിട്ടുള്ളത്. ദൈനംദിന ജീവിതത്തിൽ ഇതിന് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. ഒരു ഉപഭോക്താവ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങുമ്പോൾ അവയ്ക്ക് വലിയ തുക ചിലവഴിക്കേണ്ടി വരുന്നു. എന്നാൽ എപ്പോഴും ബില്ലടയ്ക്കുമ്പോൾ ക്യാരി ബാഗ് വാങ്ങുന്നതിനായി 10 രൂപ മുതൽ 20 രൂപ വരെ അധികമായി നൽകേണ്ടി വരുന്നു. നിയമപരമായി നോക്കുമ്പോൾ ക്യാരി ബാഗ് എന്നത് ഉപഭോക്താവിന് സൗജന്യമായി ലഭിക്കേണ്ട കാര്യമാണ്. ഉപഭോക്താവിൽ നിന്ന് ഇതിന് അധിക തുക ഈടാക്കുന്നത് അന്യായ വ്യാപാര രീതിയും ഉപഭോക്താവകാശ ലംഘനവുമാണ്. അതുകൊണ്ട് തന്നെ പല കൺസ്യൂമർ ഫോറമിലും ക്യാരി ബാഗ് ചാർജ് നിയമവിരുദ്ധമെന്ന് വിധികൾ വന്നിട്ടുണ്ട്. ആധുനിക കാലഘട്ടത്തിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ദിനം പ്രതി ലക്ഷക്കണക്കിന് ഇടപാടുകളാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഉപഭോക്താക്കൾക്ക് കേടുപാടുകൾ സംഭവിച്ച പ്രൊഡക്റ്റ് ലഭിക്കുന്നതും ഡ്യൂപ്ലിക്കേറ്റ് ഉൽപ്പന്നം കിട്ടുന്നതും സേവനത്തിൽ വീഴ്ച വരുന്നതുമൊക്കെ സാധാരണയാണ്. ഈ നിയമം ഓൺലൈൻ വ്യാപാരികൾക്കും ബാധകമാണ്. ഉദാഹരണത്തിന്, ഒരു ഉപഭോക്താവ് ബ്രാൻഡഡ് ഷൂ ഓർഡർ ചെയ്തപ്പോൾ പകരം ഡ്യൂപ്ലിക്കേറ്റ് കിട്ടിയാൽ അതിനെതിരെ പരാതിപ്പെടാനും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനും അദ്ദേഹത്തിന് അവകാശമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അവകാശങ്ങൾ അറിയുക, ചൂഷണത്തിന് വഴങ്ങാതെ മുന്നോട്ടു പോവുക, നഷ്ടപരിഹാരം തേടുക. തീർച്ചയായും ഉപഭോക്താവിന്റെ ശബ്ദം കേൾക്കുന്ന കാലഘട്ടമാണ് ഇത്.